ഹലോ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന 24ാമത്തെ സ്റ്റിച്ചാണ്. സ്റ്റിച്ചിന്റെ പേര് ലോങ് ഫ്രഞ്ച് നോട്ട്. ഓക്കെ, അതിനകത്ത് വരുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇന്നലെ പഠിച്ച ക്ലാസ്സിലെ ഫ്രഞ്ച് നോട്ട് ഇല്ലയോ, അതിന്റെ വേറൊരു മെത്തേഡാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് നെക്കിന്റെ ഭാഗത്ത്, സ്ലിറ്റിന്റെ ഭാഗത്തൊക്കെ നമുക്ക് ബോർഡർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ സ്റ്റിച്ചാണ് ഇത്. ഇതിപ്പോൾ വന്നിട്ട് അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. അതിന് മുന്നേ ഒരു 2 ലൈൻ വരച്ച് വെക്കണം. എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സൂചിയിൽ ഒരു 3 റൗണ്ട് ചുറ്റിയതിന് ശേഷം നേരെ മുകളിലത്തെ ലൈനിൽ എൻഡ് ചെയ്യണം. നേരെ തന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ ഒരു രീതിക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സൂചി അടിയിൽ നിന്ന് കുത്തി മേലോട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് കട്ട് ബീഡ്സോ ഷുഗർ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ആ ഒരു നീളത്തിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയിട്ട് അങ്ങ് നോട്ട് ചെയ്ത് കൊടുത്ത് അങ്ങ് താഴോട്ട് സൂചി വലിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റുന്നതല്ല, ഇത് നമുക്ക് സാധാരണ നോർമലി ടോപ്പിൻ്റെ അവിടെ ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റിച്ച് ചെയ്യാം. പോരാഞ്ഞിട്ട് സ്ലിറ്റിലും അല്ലെങ്കിൽ സ്ലീവിൻ്റെ കൈൻ്റെ താഴെ ബോർഡേഴ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയ സ്റ്റിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ അധികം വർക്ക് വേണ്ട, ജസ്റ്റ് ചെറിയൊരു വർക്ക് മതി എന്നുള്ളൊരു ഉദ്ദേശമുള്ളവർക്കും തുണികളിൽ പ്ലെയിൻ ക്ലോത്തിൽ നമുക്ക് ഇങ്ങനത്തെ വർക്ക് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും കാണാൻ നല്ല അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഈ നൂലിൽ ചെയ്യുന്നത് കൂടി ഇതിനെ അങ്ങനെ തരം താഴ്ത്തി കാണാൻ പറ്റിയ സ്റ്റിച്ച് അല്ല കേട്ടോ. ഇത് വർക്ക് വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.